പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ നേരിട്ട് കണ്ട് വാർത്ത വായിക്കാനുള്ള ഒരാരോഗ്യാവസ്ഥയിൽ അല്ല ഞാൻ. എങ്കിലും എനിക്ക് നിങ്ങളെ വാർത്ത അറിയിക്കാതിരിക്കാനാവില്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് വീണ്ടും പശ്ചിമേഷ്യയിൽ. ഗസയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഗസയിൽ ഇസ്രായേൽ തോറ്റതായി ഇപ്പോൾ അമേരിക്കയും സമ്മതിച്ചിരിക്കുന്നു. ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് 2025 ജനുവരി 20 മുമ്പ് ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ്. പക്ഷേ അത് ഇസ്രായേലിനെ കൊണ്ട് അസാധ്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഇസ്രായേലും ഇക്കാര്യം അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാണ് ഹമാസ് പോരാളികൾക്ക് എതിരെ. അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങേണ്ട ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നു എന്നത് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ്. ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതോടെ അവിടെയും സംഘർഷാവസ്ഥയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ ശക്തി നന്നായി അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹിസ്ബുള്ള സ്മാർട്ടാണ്, അവരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന്. പക്ഷേ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ കയറി അങ്ങ് അടിച്ചു. ഇസ്രായേൽ ചൊറിഞ്ഞതേയുള്ളൂ, ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടി നൽകി. ഇസ്രായേലിൻ്റെ പല സൈനിക താവളങ്ങളും, പ്രത്യേകിച്ചും ഹൈഫൈ നഗരത്തിലുള്ള സൈനിക താവളങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി മാറി. ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ ഇസ്രായേൽ. ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിന് US മുന്നിട്ട് ഇറങ്ങിയത്. ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിലാണ് ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 മുമ്പ് ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം ഹമാസ് പോരാളികളെ നേരിടാൻ ഇറങ്ങും. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഹമാസുമായുള്ള യുദ്ധം നാണക്കേടിൻ്റെ അധ്യായമായി മാറിയിരിക്കുന്നു. ഹമാസിന് മുമ്പിൽ അവർ നാണം കെട്ടിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ചെറിയ സൈനിക ശക്തി മാത്രമാണ് ഹമാസ്. പക്ഷേ അവരുടെ പോരാട്ട വീര്യം അസാധ്യമാണ്. യഹിയ സിൻവർ ഹമാസിൻ്റെ നേതാവായിരുന്നപ്പോൾ ബന്ദികൾക്ക് സുരക്ഷിതമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. യഹിയ സിൻവറിനെ വധിച്ചപ്പോൾ ഇസ്രായേൽ വിചാരിച്ചത് തങ്ങൾ ജയിച്ചു എന്നാണ്, തങ്ങൾ തകർത്തു എന്നാണ്. ഒരു പുണ്ണാക്കും തകർത്തില്ല. ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ധീരതയോടുകൂടി ഹമാസ് പൊരുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. 2025 ജനുവരി 20 മുമ്പ് കീഴടക്കണം ഹമാസിനെ, ഗസ കീഴടക്കിയിരിക്കണം. അതിന് ഇസ്രായേലിന് കഴിയുമോ എന്ന കാര്യത്തിൽ ട്രംപിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഹമാസിനെ കീഴടക്കാൻ അമേരിക്കൻ സൈന്യം എത്തും എന്ന വാർത്ത അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസാകട്ടെ അമേരിക്കയായാലും ഇസ്രായേലായാലും തങ്ങൾക്ക് ഭയമില്ല എന്ന അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അവർക്ക് ഭയമില്ല, കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നേടാനുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നേടാനുള്ളത് അവരുടെ ജനങ്ങളുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. നേടാനുള്ളത് അവരുടെ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും അമേരിക്ക പ്രത്യക്ഷമായി തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറങ്ങുകയാണ്. പശ്ചിമേഷ്യയുടെ സംഘർഷത്തിൽ പ്രത്യക്ഷമായി തന്നെ ഇറങ്ങിക്കൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ
ട്രംപ് തീരുമാനിക്കുമ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. ഹമാസിനു വേണ്ടിയാണ് ഹിസ്ബുള്ള യുദ്ധത്തിന് ഇറങ്ങിയത്. ഹമാസിനു വേണ്ടി യുദ്ധത്തിനിറങ്ങിയ ഹിസ്ബുള്ള വലിയ മുന്നേറ്റമാണ് ഇസ്രായേലിനെതിരെ കാഴ്ചവെച്ചത്. ലെബനനിൽ പല പ്രാവശ്യം ഇസ്രായേൽ ആക്രമണം നടത്തി. വാക്കി ടോക്കി, പേജർ ആക്രമണങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിനൊന്നും ഹിസ്ബുള്ളയെ തകർക്കാൻ ആയില്ല. അവരുടെ നേതാവും യുദ്ധതന്ത്രജ്ഞനുമായ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിട്ടും വീറോടെ വിരുതുന്ന ഹിസ്ബുള്ളയാണ് നമ്മൾ കണ്ടത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിയതോടെ വെടിനിർത്തൽ എന്നത് ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു. ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷം കനത്ത ആക്രമണമാണ് ലെബനനിൽ നടത്തിയത്. ഇതോടെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു. ഇസ്രായേൽ ഒന്നുമല്ലാതായി മാറി. എന്തായാലും ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഹമാസിനെ കീഴടക്കി ബന്ദികളെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങും. ഹമാസുമായി അമേരിക്കൻ സൈന്യം ഏറ്റുമുട്ടും. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് നിലനിൽക്കാനാവില്ല എന്നത് ഇതോടെ വ്യക്തമാകും. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം തീരുന്നില്ല. ആ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സംഘർഷത്തിന് ഒരറുതിയില്ല. മറുവശത്ത് ഇറാൻ സൈന്യം സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. സിറിയയിലേക്ക് ഇറാൻ സൈന്യം എത്തിയത് നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സിറിയയിൽ ഇറാൻ സൈന്യം എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാത കൂടി ഒരുങ്ങുകയാണ്. സിറിയയിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് അതിവേഗം സാധിക്കും. സിറിയയുടെ ആഭ്യന്തര സംഘർഷം ശമിപ്പിക്കാൻ റഷ്യയും ഇറാനും കൈകോർത്ത് നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പശ്ചിമേഷ്യയിൽ. ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. 48 മണിക്കൂറിനകം ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കാം എന്ന് ഇസ്രായേൽ വിചാരിച്ചിരുന്നു. നെതന്യാഹു അത് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ബന്ദികളെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹമാസിൻ്റെ ഭൂഗർഭ അറകൾ അല്ലെങ്കിൽ തുരങ്കങ്ങൾ, ആ തുരങ്കങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യഹ്യാ സിൻവറിനെ വധിച്ചത് മാത്രമാണ് ഇതുവരെ ഇസ്രായേൽ എടുത്തു പറയുന്ന ഒരു നേട്ടം. പക്ഷേ ഒരു യഹ്യാ സിൻവറിന് പകരം 1000 യഹ്യാ സിൻവർമാർ ഒരുമിച്ച് എത്തും. അങ്ങനെയുള്ള യഹ്യാ സിൻവർമാർ ഹമാസിൻ്റെ കരുത്തായി മാറും. അമേരിക്ക യുദ്ധത്തിന് വന്നാലും തങ്ങൾക്ക് ഭയമില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം മുമ്പ് തന്നെ എത്തിയിരുന്നു ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട്. പക്ഷേ അമേരിക്കൻ സൈന്യത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ ട്രംപ് അധികാരം ഏറ്റതോടുകൂടി കൂടുതൽ അമേരിക്കൻ സൈനികരെ ഗസയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഹമാസ് ആകട്ടെ ഒന്നിനും ഒതുങ്ങുന്നില്ല. അവർ പറയുന്നത് ഇസ്രായേൽ ഗസ വിടണം, എങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ, അല്ലെങ്കിൽ യുദ്ധം അവിരാമമായി തുടർന്നുകൊണ്ടിരിക്കും.